അടുത്തതായിട്ട് നമുക്ക് സെൻട്രൽ ബാങ്ക് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്. ഇത് സെൻട്രൽ ബാങ്കിൽ വരുന്നത് നിങ്ങൾ സെൻട്രൽ ബാങ്കിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ പഠിക്കണം. പിന്നെ അതിൽ വരുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നന്നായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. എസ്ഐക്കൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇതിലിവിടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി മോണിറ്ററി മാനേജ്മെൻറ്റ് ഓഫ് ദി കൺട്രി. അതായത് ഒരു കൺട്രിയിലെ മോണിറ്ററി മാനേജ്മെൻറ്റ് അപ്പെക്സ് അതോറിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻട്രൽ ബാങ്ക് എന്ന് പറയുക. അതായത് ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദി സെൻട്രൽ ബാങ്ക്. അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, യൂറോപ്യൻ ഗവൺമെൻറ് യൂറോപ്പിലുണ്ട്. ഫെഡറൽ റിസർവ്സ് ഓഫ് ദി US ഉണ്ട്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന, ബാങ്ക് ഓഫ് ജപ്പാൻ ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ഇന്ത്യ. ഇവിടെ മെയിനായിട്ട് നമ്മളുടെ സോഷ്യോ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലേറ്റ് ദി മണി സപ്ലൈ, ഇങ്ങനെയുള്ള മണി സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയും. ഇതൊക്കെയാണ് മെയിനായിട്ടും ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് എന്താണ് ഒരു സെൻട്രൽ ബാങ്കിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ? ഇവിടെ കുറച്ച് ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് വൺ ACLJയുടെ ഒരു ഡെഫിനേഷനാണ്. എ സെൻട്രൽ ബാങ്ക് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഹെൽപ്പ് control and stabilize the monetary and banking system. That is, central bank as an institution to help control and stabilize the monetary and banking system. ഇത് ഇവിടെ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ അവരുടെ ഡ്യൂട്ടി എന്താണ്? ടു കൺട്രോൾ ആൻഡ് സ്റ്റെബിലൈസ് ദി മോണിറ്ററി ആൻഡ് ബാങ്കിങ് സിസ്റ്റം. മോണിറ്ററി സിസ്റ്റം അതുപോലെ ബാങ്കിങ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ACLJയുടെ ഡെഫിനേഷൻ. അതുപോലെ RP Kentiൻ്റെ ഒരു ഡെഫിനേഷൻ, ദ സെൻട്രൽ ബാങ്ക് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ്ഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് ആൻഡ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മണി in the interest of the general public or the interest of the general public welfare. ഇവിടെ RP Kent പറയുന്നത് സെൻട്രൽ ബാങ്ക് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിങ് ആൻഡ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് വോളിയൂം ഓഫ് മണി. അതായത് വോളിയൂം ഓഫ് മണീനെ മാനേജ് ചെയ്യുക, അതുപോലെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ ഫോർ ദി വെൽഫെയർ ഓഫ് ദി ജനറൽ പബ്ലിക് ആണ് എന്നുള്ളതാണ് RP Kent. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെൻറ്റ് BIS എന്ന് പറയുന്നത്, they defined the central bank as the bank of the country to which has been entrusted the duty of regulating the volume of currency and credit in the country. The bank of the country to which has been entrusted the duty of regulating the volume of currency and credit in the country. അത് ഇവിടെ ഇതിൽ ഓർത്ത് വയ്ക്കുന്നത് BIS ഡിഫൈൻ ചെയ്യുന്ന bank of the country to which has been entrusted the duty of regulating the volume of currency and credit. അതായത് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? regulate the volume of currency and credit in that country. ആ കൺട്രിയിലുള്ള കറൻസിയും വോളിയം ഓഫ് കറൻസിയും ക്രെഡിറ്റും കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ BISന്റെ ഡെഫിനേഷന് സെൻട്രൽ ബാങ്ക് എന്ന് പറയും. ഇനിയിപ്പോൾ സാമുവൽസൺ ഒരു വെൽ നോൺ ഇക്കണോമിസ്റ്റ് ആണ്. ഹി ഡിഫൈൻഡ് എ സെൻട്രൽ ബാങ്ക് ഈസ് എ ബാങ്ക് ഓഫ് ബാങ്കേഴ്സ്. അതായത് ബാങ്കുകളുടെ ബാങ്കിനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡ്യൂട്ടി ഈസ് ടു കൺട്രോൾ ദി മോണിറ്ററി ബേസ്. അതായത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കൺട്രോൾ ദി മോണിറ്ററി ബേസ് ആൻഡ് ത്രൂ ദി കൺട്രോൾ ഓഫ് ഹൈപ്പർവേർഡ് മണി ടു കൺട്രോൾ ദി കമ്മ്യൂണിറ്റി സപ്ലൈ ഓഫ് മണി. അതായത് ഇറ്റ്സ് ഡ്യൂട്ടി ഈസ് ടു കൺട്രോൾ ദി മോണിറ്ററി ബേസ്. അതായത് മോണിറ്ററി ബേസിനെ കൺട്രോൾ ചെയ്യുക ആൻഡ് ത്രൂ ദി കൺട്രോൾ ഓഫ് ഹൈപ്പർവേർഡ് മണി ടു കൺട്രോൾ ദി കമ്മ്യൂണിറ്റി സപ്ലൈ ഓഫ് മണി. അതായത് കമ്മ്യൂണിറ്റി സപ്ലൈ ഓഫ് മണീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഡ്യൂട്ടി എന്നുള്ളതാണ് സാമുവൽസൺ. ഇതിൽ ഈസി ആയിട്ടുള്ള 1-2 ഡെഫിനേഷൻസ് പഠിച്ചേക്കുക. മെയിനായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്നത് വോളിയം ഓഫ് മണീനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുക, മോണിറ്ററി സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈൻ്റെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി റെക്കമെൻഡേഷൻ ഓഫ് ദി കമ്മീഷൻ ഓഫ്
Commission on Indian Currency and Finance. Our Commission on Indian Currency and Finance, which is also known as Young Hilton Commission. ആ കമ്മീഷൻ്റെ ബേസിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, അല്ലെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ്റെ റെക്കമെൻഡേഷന് പരമായിട്ടാണ്. ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് 1934 ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദ സ്റ്റാറ്റ്യൂട്ടറി ബേസ് ഫോർ ദി ഫങ്ഷനിങ് ഓഫ് ദി RBI. ആൻഡ് RBIയുടെ ആക്ട് എന്ന് പറയുന്നത് 1934 ആക്റ്റാണ്. ആൻഡ് ദി RBI സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഓൺ April 1st, 1935. ആൻഡ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ was nationalized on 1st January 1949 on the basis of the Act on the ഓർത്തിച്ചോളൂ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട്. ഈ ആക്ടിൻ്റെ ബേസിൽ RBI വാസ് നാഷണലൈസ്ഡ് ഓൺ 1st January 19. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI എന്ന് പറയുന്നത് മുംബൈ ആണ്. ഫസ്റ്റ് ഗവർണർ എന്ന് പറയുന്നത് ഹി വാസ് എൻ ഇംഗ്ലീഷ്, ഹി ബിലോങ്സ് ടു ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സർ ഓബ്സോൺ ആർക്കൽ സ്മിത്ത് ആണ്. രണ്ടാമത്തത് ജെയിംസ് ബി ടൈലർ വാസ് ദ സെക്കൻഡ് ഗവർണർ ഓഫ് RBI. ദെൻ C.D. Deshmukh was the first Indian to become the governor of RBI. Manmohan Singh was the only governor of the RBI to become the finance minister. Prime Minister, RBI governor ഈ മൂന്ന് പദവിയും വഹിച്ചിട്ടുള്ളത് മൻമോഹൻ സിംഗ് ആണ്. Urjit Patel 24th. Urjit Patel is now Shaktikant Das is the present governor of RBI. ഇത്തരം കാര്യങ്ങളാണ് എന്ത് RBIനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് യങ് ഹിൽട്ടൺ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഓൺ കറൻസി ആൻഡ് ഫൈനാൻസ് എന്നുള്ളതിൻ്റെ റെക്കമെൻഡേഷന് പരമായിട്ടാണ് കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ് അല്ലെങ്കിൽ യങ് ഹിൽട്ടൺ കമ്മീഷൻ. അതുപോലെ ആക്ട് എന്ന് പറയുന്നത് RBI ആക്ട് 1934 ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് April 1st, 1935 ആണ്. മുംബൈയിലാണ്. നാഷണലൈസ് ചെയ്തത് 1st January 1949. ഗവർണർമാരുടെ കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇനി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മെയിനായിട്ടും ഇവരുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാം. റെഗുലേറ്റർ ഓഫ് കറൻസി, സെൻട്രൽ ബാങ്ക് ആസ് ദ ബാങ്ക് ഓഫ് നോട്ട് ഇഷ്യൂ. നമ്മുടെ ഒരു രാജ്യത്തെ കറൻസിയുടെ കറൻസിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാങ്ക് ഇഷ്യൂവിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ് എന്നുള്ളതാണ് സെക്കൻഡ് ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. തേർഡ് വൺ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ക്യാഷ് റിസർവ്സ് ഉണ്ട്, അതിൻ്റെ കസ്റ്റോഡിയനാണ് RBI എന്ന് പറയുന്നത്. ദെൻ കസ്റ്റഡി ആൻഡ് മാനേജ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, നമ്മുടെ കൺട്രിയിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കസ്റ്റോഡിയനാണ്. ദെൻ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. അതായത് ബാങ്കുകൾക്കൊക്കെ അവസാനമായിട്ട് എന്തെങ്കിലും വളരെ ഇതായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി വരികയാണെങ്കിൽ RBIയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലെൻഡർ ഓഫ് RBIയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ RBI സഹായിക്കും. അതിനെയാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയാം. ദെൻ അനദർ വൺ ബാങ്ക് ഓഫ് സെൻട്രൽ ക്ലിയറൻസ് ആണ്, കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്. ഇത്രയാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ആ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ റെഗുലേറ്റർ ഓഫ് കറൻസി. സെൻട്രൽ ബാങ്ക് ആസ് എ ബാങ്ക് ഓഫ് ഇഷ്യൂ, ബാങ്ക് ഓഫ് നോട്ട് ഇഷ്യൂ. അതായത് സെൻട്രൽ ബാങ്കാണ് നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള അവരുടെ കറൻസി നോട്ട്സിൻ്റെ പ്രിൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെൻട്രൽ ബാങ്ക് ഈസ് ദ ബാങ്ക് ഓഫ് ഇഷ്യൂ. ഇറ്റ് ഹാസ് ദ മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ആൻഡ് മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സെൻട്രൽ ബാങ്കിൽ ഒരു ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. നോട്ട്സ് ഇഷ്യൂഡ് ബൈ ഇറ്റ് സർക്കുലേറ്റ് ആസ് എ ലീഗൽ ടെൻഡർ. ഒരു ലീഗൽ ടെൻഡറാണ്. ആർക്കും അതിൻ്റെ ഇതിനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ എന്താ പറയുക, ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഈസ് റെസ്പോൺസിബിൾ ടു ഫോളോ ദ സ്ട്രിക്റ്റ് ലോസ് ആൻഡ് പോളിസീസ് വൈൽ ഇഷ്യൂയിങ് ദി നോട്ട്സ്. ഇറ്റ് ഈസ് needed to keep reserves of gold and foreign currencies or securities. അതായത് നമ്മൾ നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നീഡ് ടു കീപ്പ് റിസർവ്, നമ്മുടെ റിസർവ് വെച്ചിട്ടാണ് ഒരു നോട്ട്. അല്ലാതെ നമ്മൾക്ക് തോന്നുന്ന പോലെ നോട്ട് ഇഷ്യൂ ചെയ്യുകയല്ല ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന നോട്ട്സിനനുസരിച്ച് നമ്മൾ ഗോൾഡ് അല്ലെങ്കിൽ ഫോറിൻ കറൻസി അല്ലെങ്കിൽ സെക്യൂരിറ്റി അവിടെ ഇതായിട്ട് വെച്ചിട്ടാണ്, നമ്മൾ റിസർവ് ആയിട്ട് വെച്ചിട്ടാണ് ഓരോ നോട്ട്സും ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ മിനിമം റിസർവ് ആയിട്ട് വയ്ക്കേണ്ടത്
115 crores in gold and 85 crores in foreign securities ആണ് വെക്കേണ്ടത്. There is no limit to issue of notes after keeping the minimum amount of rupees 200 in gold and foreign currency and security. മിനിമം എത്രയെങ്കിലും ഉണ്ടാവണം, മാക്സിമം 200 and 200 crores അതിൻ്റെ ഗോൾഡും ഫോറിൻ കറൻസിയും വെക്കുകയാണെങ്കിൽ there is no limit to issue the currency notes. The monopoly of note issue vested with the central bank ensures the following advantages. അതായത് ഇവിടെ സെൻട്രൽ ബാങ്ക് എന്തിനാണ് നമ്മുടെ സെൻട്രൽ ബാങ്കിന് മൊണോപ്പൊളി കൊടുത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഇവിടുത്തെ യൂണിഫോമിറ്റി ഇൻ നോട്ട് ഇഷ്യൂ. എല്ലാവർക്കും നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ബ്രിങ് സ്റ്റെബിലിറ്റി ഇൻ ദ മോണിറ്ററി സിസ്റ്റം. അതായത് ഇഷ്ടംപോലെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വരികയാണെങ്കിൽ മണി സപ്ലൈ കൂടും, അതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടും, അങ്ങനെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ ഇവിടെ മൊണോപ്പൊളി കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ ബാങ്കിന് മൊണോപ്പൊളി കൊടുത്തിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബ്രിങ് സ്റ്റെബിലിറ്റി ഇൻ ദ മോണിറ്ററി സിസ്റ്റമാണ്. ദെൻ തേർഡ് വൺ, ബൂസ്റ്റ് കോൺഫിഡൻസ് അമംഗ് ദി പബ്ലിക്കിൻ്റെ ഇടയിൽ കോൺഫിഡൻസ്, അതായത് ഒരു മോണിറ്ററി അതോറിറ്റി ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നൽകുന്ന ഒരു കോൺഫിഡൻസ്. അത് പ്രൊവൈഡ് ഇലാസ്റ്റിസിറ്റി ടു ദി മോണിറ്ററി സിസ്റ്റം, കൺട്രോൾ ദി സപ്ലൈ ഓഫ് മണിനെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ടും കറൻസി റെഗുലേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഡ്യൂട്ടികൾ. അപ്പോൾ ഇതിൽ ഓർത്ത് വയ്ക്കാൻ എത്രയേ ഉള്ളൂ, സെൻട്രൽ ബാങ്ക് ദി ഇഷ്യൂ ഓഫ് നോട്ട് കറൻസി നോട്ട് ഈസ് ദ മൊണോപ്പൊളി ഓഫ് ദി സെൻട്രൽ ബാങ്ക്. അതിന് നമ്മൾ മെയിനായിട്ടും അതിൻ്റെ മൊണോപ്പൊളി ആക്കി വെക്കാനുള്ള റീസൺസ് യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇലാസ്റ്റിസിറ്റി ടു ദ മോണിറ്ററി സിസ്റ്റം, കൺട്രോൾ ദി സപ്ലൈ ഓഫ് മണി, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് സെക്യൂരിറ്റി വെക്കണം എന്നുള്ള പോയിന്റ്സ് അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ RBI ആണ് നമ്മുടെ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ബട്ട് റുപ്പി വൺസ് ആൻഡ് വൺ റുപ്പിയും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്, വിത്ത് ദ സിഗ്നേച്ചർ ഓഫ് ദ ഫിനാൻസ് സെക്രട്ടറി ഓൺ ദി നോട്ട്. അതിൽ നമ്മുടെ ഫിനാൻസ് സെക്രട്ടറിയുടെ RBI ഗവർണറുടെ അല്ല, ഫിനാൻസ് സെക്രട്ടറിയുടെ ഒപ്പമാണ് അതിലുണ്ടാവുക. ബാങ്കർ സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ്. സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെൻറ്. സെൻട്രൽ ബാങ്ക്സ് എവരിവർ ആക്ട് ആസ് എ ബാങ്കർ, ഫിസ്ക്കൽ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ റെസ്പെക്റ്റീവ് ഗവൺമെൻറ്. ആ റെസ്പെക്റ്റീവ് ഗവൺമെൻറ്, അതായത് കാലത്തുള്ള ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ ആയിരിക്കും, അഡ്വൈസർ ആയിരിക്കും, അതുപോലെ ഏജൻറ്റ്. ഇതെന്താണ് ഈ മൂന്ന് ഫങ്ഷൻസ് എന്ന് നോക്കാം നമുക്ക്. ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ്, ദ സെൻട്രൽ ബാങ്ക് കീപ്സ് ദ ഡെപ്പോസിറ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് മേക്ക് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് ആസ് എ ബാങ്കർ എന്നുള്ള രീതിയിൽ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഡെപ്പോസിറ്റുകൾ കീപ്പ് ചെയ്യുകയും അതുപോലെ ഇവർക്ക് വേണ്ട പേയ്മെൻറ്റ്സുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി government's money and wealth. RBI is the custodian of government's money and wealth എന്നുള്ളതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്. ദെൻ അപ്പോൾ ആസ് എ ബാങ്കർ എന്താണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് കീപ്സ് ദ ഡെപ്പോസിറ്റ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് കീപ്സ് ദ ഡെപ്പോസിറ്റ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് മേക്സ് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. ദെൻ ആസ് എ ഫിസ്ക്കൽ ഏജൻറ്റ് എന്താണ് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ബോൺസ് ആൻഡ് ട്രഷറി ബിൽസ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. അതായത് സെൻട്രൽ ബാങ്ക് ബോൺസും ട്രഷറി ബിൽസും ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഫിസ്ക്കൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ബോൺസ് ആൻഡ് ട്രഷറി ബിൽ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സ്മൂത്ത് പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഓപ്പറേഷൻ. സ്മൂത്ത് പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഓപ്പറേഷൻ പോസിബിൾ ആക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് കുറേ പോയിന്റ്സുകൾ ഇതേപോലെ നോക്കാം. ഫിസ്ക്കൽ ഏജൻറ്റ്സ് ആൻഡ് ഇറ്റ് ഫ്ലോട്ട്സ് ലോൺസ്, പേസ് ഇൻട്രസ്റ്റ് ഓൺ ദം ആൻഡ് ഫൈനലി റീപേ ദ എമൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. ഇറ്റ് ആൾസോ അണ്ടർ റൈറ്റ്സ് ദ അൺസോൾഡ് ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, അതിൽ അണ്ടർ റൈറ്റ് ചെയ്യാം എന്നുള്ള ചെയ്യുന്നതും RBI ആണ്. ദിസ് ഇറ്റ് മാനേജസ് ദ എൻറ്റയർ പബ്ലിക് ഡെപ്റ്റ്. The receipts of taxes and other payments from the public due to the government accounts are also handled by the central bank. ഒരു ഫിസ്ക്കൽ ഏജൻറ്റ് എന്ന രീതിയിൽ the central bank they accept the taxes and other payments from the public. Then
Central bank also, third one is an advisor. Central bank also advise the government on such economic and money matters as controlling inflation, deflation, devaluation, revaluation of the currency, deficit financing, balance of payment and other means related to the financial crisis. അതായത് ഗവൺമെൻറ് വേണ്ടത് അഡ്വൈസ് കൊടുക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. എന്തെങ്കിലും മണി സപ്ലൈയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, റീവാലുവേഷനോ ഡിവാലുവേഷനോ ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാറ്റേഴ്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് കൊടുക്കുന്നതും ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ് എന്നുള്ളതാണ് തേർഡ് വൺ. ദ ബെസ്റ്റ് of its ability, the central bank is interested to safeguard the national economic welfare through its wise and sagacious advice. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ട അഡ്വൈസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. അടുത്തത് M.H.D. കോക്കിൻ്റെ ഒരു കൊട്ടേഷൻസ് തന്നിരിക്കുന്നത്. ആൻഡ് ഹി സ്റ്റേറ്റ്സ് ദാറ്റ് സെൻട്രൽ ബാങ്ക്സ് എവരിവെയർ ഓപ്പറേറ്റ് ആസ് എ ബാങ്കർ ടു ദി സ്റ്റേറ്റ്സ് നോട്ട് ഓൺലി ബിക്കോസ് ഇറ്റ് മേ ബി മോർ കൺവീനിയൻറ്റ് എക്കണോമിക്കൽ ടു ദി സ്റ്റേറ്റ് ബട്ട് ഓൾസോ ബിക്കോസ് ഓഫ് ദി ഇൻറ്റിമേറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദി പബ്ലിക് ഫിനാൻസ് ആൻഡ് മോണിറ്ററി അഫയേഴ്സ്. പബ്ലിക് ഫിനാൻസ് മോണിറ്ററി അഫയേഴ്സ് നമ്മളുടെ ഒരു ഇൻ്റർ കണക്ഷൻ കൊണ്ടാണ് മെയിനായിട്ട് സെൻട്രൽ ബാങ്ക് ആക്ട്സ് എവരിവെയർ ഓർ ഓപ്പറേറ്റ്സ് ആസ് എ ബാങ്കർ ടു ദി സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഡോക്കിൻ്റെ ഒരു കൊട്ടേഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത് ബാങ്കർ എന്ന് പറയുമ്പോൾ അത് keeps the deposit of central and state government payments. Then fiscal agents എന്ന് പറയുമ്പോൾ they issue the bonds, treasury bill on behalf of the government, maintain smooth press of the government operation, they floats loans, make payments on interest, അങ്ങനെയുള്ള കാര്യങ്ങൾ they accept the tax receipts etc. ഇതാണ് ഫിസിക്കൽ ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ അഡ്വൈസർ എന്ന് പറയുന്നത് മോണിറ്ററി മണി സപ്ലൈ, അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് ദി സെൻട്രൽ ബാങ്ക്. ദാറ്റ് ഈസ് ദേ ആക്ട് ആസ് എ ബാങ്കർ, ഫിസിക്കൽ ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു ദി ഗവൺമെന്റ്. ദെൻ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക്. അതായത് നമുക്കറിയാം എല്ലാ ബാങ്കുകളും അവർക്ക് ഒരു നിശ്ചിത ശതമാനം അവരുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ഒരു പോർഷൻ സെൻട്രൽ ബാങ്കിന് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സെൻട്രൽ ബാങ്കാണ് ആ ക്യാഷ് റിസർവ്സിൻ്റെ കസ്റ്റോഡിയനായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് റിസർവ്സ് സെൻട്രൽ ബാങ്കുമായിട്ട് കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ് എന്നുള്ളതാണ് ഇതിൽ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ്. ദ സെൻട്രൽ ബാങ്ക് ആക്ട് ആസ് എ റിസർവോയർ ഓഫ് ദി ക്യാഷ് റിസർവ്സ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ദി കൊമേഴ്സ്യൽ ബാങ്ക് ഹാവ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു കീപ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് ദി സെൻട്രൽ ബാങ്ക്. RBI is responsible to keep the amount as cash reserve. അത് ഓരോ ഇതിലും വ്യത്യാസം വരും. ഇപ്പോൾ ഏകദേശം ഒരു 3.5 to 4% ആണ്. ഇത് നമ്മുടെ സെൻട്രൽ കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ കയ്യിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. അങ്ങനെ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് ആയിട്ട് ഓഫ് ഓൾ കൊമേഴ്സ്യൽ ബാങ്ക് ഇസ് ദി സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും ടു കൺട്രോൾ ദി ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ആണ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ പബ്ലിക് കോൺഫിഡൻസ്, ഇലാസ്റ്റിക് ക്രെഡിറ്റ് സ്ട്രക്ചർ, ഗ്രേറ്റർ ലിക്വിഡിറ്റി, ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ ബാങ്കിങ് സിസ്റ്റം, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ടു ദി കൊമേഴ്സ് എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഫണ്ട് അവൈലബിൾ ആക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ദെർഫോർ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ ക്യാഷ് റിസർവ്സ് ഓഫ് ദി കൊമേഴ്സ്യൽ ബാങ്ക്. അതായത് കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പോർഷൻ, അതായത് ഒരു പെർസെൻറ്റേജ് സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യണം. ദെൻ അടുത്തത് കസ്റ്റഡി ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കസ്റ്റോഡിയൻ കൂടിയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് കീപ്സ് ആൻഡ് മാനേജ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ റിസർവോയർ ഓഫ് ഗോൾഡ് ആൻഡ് ഫോറിൻ കറൻസി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് ഒരു ഗോൾഡിൻ്റെയും ഫോറിൻ കറൻസീൻ്റെ ഒരു സെൻട്രൽ റിസർവോയറാണ് എന്ന് പറയാം നമ്മൾക്ക് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്. ഇറ്റ് ഫിക്സസ് ദി എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് ദി ഫോറിൻ കറൻസി. ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻസ് പ്രോപ്പർ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് framework to maintain stability to maintain both internal and external stability of the value of the currency. അതായത് നമ്മൾ ഫോറിൻ കറൻസി നമ്മൾക്ക് എന്താ പറയുക ഓരോ
എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് ഓരോ കൺട്രിയുടെയും കറൻസിക്ക് മറ്റു കൺട്രിയുടെ, അതായത് ഇന്ത്യയുടെ റുപ്പിക്ക് ഡോളറിന് എത്ര, ഒരു രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് $40 എന്നൊക്കെ നമ്മൾ പറയില്ല. എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് കറൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാല്യൂ ഓഫ് കറൻസി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആക്കുക എന്നുള്ളതാണ് ഈ കസ്റ്റഡി ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. RBI's intervention in the foreign exchange market is guided by the goal of reducing excess volatility, preventing the emergence of destabilizing speculative activities, maintaining adequate levels of reserves, and developing an ordinary foreign exchange market. RBI adopted the twin objective of safety and liquidity as the guiding principle of ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് എന്തിനാണെന്ന് പറയുന്നത്, ദേ ആർ ഫോർ റെഡ്യൂസിങ് എക്സസ് വൊളാറ്റിലിറ്റി. അത് വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അതായത് സ്റ്റേബിൾ ആക്കിക്കൊണ്ട് കാര്യങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ റുപ്പിയുടെ വാല്യൂ സ്റ്റേബിൾ ആക്കുക എന്നുള്ള, വൊളാറ്റൈൽ ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. പ്രിവെൻറ്റ് എമർജൻസ് ഓഫ് ഡീസ്റ്റെബിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യുക, സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് ലെവൽസ് ഓഫ് റിസർവ്സ് and develop an orderly foreign exchange market എന്നുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇനി കൺട്രി വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ദി 8th ലാർജസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഹോൾഡർ ഇൻ ദ വേൾഡ്. അതായത് ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ വേൾഡിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മോർ ഇൻട്രസ്റ്റിംഗ്, ഇന്ത്യസ് ഫോറക്സ് റിസർവ് അറ്റാച്ച്ഡ് ദ റെക്കോർഡ് ഹൈ ലെവൽ ഓഫ് 426.028, അതായത് $426.028 ബില്യൺ ആണ് നമുക്ക് April 13, 2018 നമ്മുടെ റിസർവ് എന്ന് പറയുന്നത്. ദ ഫോറക്സ് റിസർവ് ഹാഡ് ക്രോസ്ഡ് 400 ബില്യൺ മാർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വീക്ക് ഓഫ് September 8, 2017. ബട്ട് സിൻസ് ഹാവ് ബീൻ ഫ്ലക്ച്വേറ്റിംഗ്. ഇത് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇന്ത്യക്ക് നല്ലൊരു റിസർവ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ഫെമ ആക്ട് 1999 ആൻഡ് പിന്നീട് അതിനെ ഫെമ ആക്ട് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ഫെറ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്നുള്ളതാണ്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്.